ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മാർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 46-ാം വാക്യം. അവർ യെരിഹോവിൽ എത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്നും പുറപ്പെടുമ്പോൾ തിന്മയുടെ മകനായ ബർത്തിമായി എന്ന ഒരു കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികിൽ ഇരിക്കുന്നു. നസ്രനായ യേശുവേ എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവ് നിൻ്റെ സാന്നിധ്യം എവിടുണ്ടോ, യേശുവിൻ്റെ സാന്നിധ്യം എവിടുണ്ടോ, അവിടെ നിലവിളിച്ചാൽ അവിടുന്ന് നമുക്ക് ഉത്തരം നൽകുന്ന, നമുക്ക് മറുപടി നൽകുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ, അന്ധകാര ശക്തികൾ ഉടയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ സാത്താനിക ശക്തികൾ നസ്രീനായ യേശുവിൻ നാമത്തിൽ ഉടയട്ടെ. റീബൽ ഹസ്തം റിവനം ഷൗഡം ഹന്തനം റൂബൽ ഹൗഡകം ദിനകഷിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, അത് 100 ഫലം കായ്ക്കുവാൻ ഇടവരണം. കർത്താവെ, ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് അവിടുന്ന് ജനത്തോട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46. അവർ യെരിഹോവിൽ എത്തി. പിന്നെ അവർ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടു കൂടെ യെരിഹോവിൽ നിന്നും പുറപ്പെടുമ്പോൾ തിന്മയുടെ മകനായ ബർത്തിമായി എന്ന ഒരു കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികിൽ ഇരുന്നു. നസ്രയനായ യേശുവേ എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവിൻ്റെ കർത്താവിനെ നമ്മൾ അറിയുമ്പോൾ അതിൽ നിന്നും കർത്താവ് വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ആ ഭിക്ഷക്കാരൻ യേശുവിനെ പറ്റി ഒരു അറിവുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ ഭിക്ഷക്കാരനായ ആ സഹോദരൻ നിലവിളിക്കുവാനിട വന്നത്. നസ്രനായ യേശുവേ എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഈ വേളയിൽ അഭ്യർത്ഥിമായെപ്പോലെ നിലവിളിക്കുന്ന അനേകർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. നിൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ഒരു ദാവീദ് പുത്രനുണ്ട്. ആ യേശു ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേക നിലവിളിക്കുന്ന വ്യക്തിമണ്ഡലങ്ങൾ, സഹോദരി, മാതാപിതാവേ, നിൻ്റെ നിലവിളിക്ക് അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. നീ ഭാരപ്പെടുന്ന, അഭിമുഖീകരിക്കുന്ന ചില നിലവിളി, ബർത്തിയാമിയെ പോലെ ആ സഹോദരനെ പോലെ നിലവിളിക്കുന്ന ചില കുടുംബങ്ങൾ, ചില സഹോദരിമാർ, നീ ഭാരപ്പെടുന്ന, അഭിമുഖീകരിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് തൻ്റെ വചനമയച്ച് വിടുവിക്കുന്ന ദിവസമാണ്.
ചില കാഴ്ചയില്ലാത്ത അവസ്ഥകൾ, ചില ഉയർച്ചയില്ലാത്ത അവസ്ഥകൾ, അതെല്ലാം വിടുവിക്കുവാൻ കഴിയുന്നവനായ കർത്താവ് നിൻ്റെ വിഷയത്തിൻ്റെ മേൽ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദിവസമാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. അന്തം റീഗൽ ഷൗഡം ദിഗൽ ശാലഹസ്തിയ. ഈ സഹോദരൻ ഒരിക്കലും യേശുവിനെ കണ്ടിട്ടുള്ള വ്യക്തിയല്ല, കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. കേട്ട ഒരറിവുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 48 നമുക്ക് വായിക്കുമ്പോൾ, മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചു. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. ഈ വേളയിൽ ഏറ്റവും അധികം നിലവിളിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്, ചില സഹോദരിമാർ, ചില മാതാപിതാക്കൾ. നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ, അതേ, നിൻ്റെ നിലവിളിക്ക് അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ്. നീ ഭാരപ്പെടുന്ന, നീ അഭിമുഖീകരിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ സ്വർഗം ഇന്ന് ഉത്തരം നൽകുന്ന ദിവസമാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. തൻ്റെ കൂടുള്ള ശിഷ്യന്മാരും ജനവും പറഞ്ഞു മിണ്ടാതിരിപ്പാൻ അവനെ അമർത്തി. കാരണം കാഴ്ചയില്ലാത്തവൻ അറിയാം അവൻ്റെ വിഷയങ്ങൾ. അവന് മറ്റുള്ളവരെ പോലെ നടന്നു പോകുവാനോ മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ മുന്നോട്ട് മൂവ് ചെയ്യുവാൻ സാധിക്കത്തില്ല. തൻ്റെ ഞെരുക്കത്തിൻ്റെ മധ്യയിൽ, തൻ്റെ കഷ്ടതയുടെ മധ്യയിൽ അവൻ കേട്ടൊരറിവുണ്ട്. യേശുവിനോട്, ആ യേശുവിന് മുന്നിൽ പരിഹാരമുണ്ടെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. കാഴ്ച കണ്ട അറിവില്ല. കാരണം കാഴ്ചയില്ലാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് കേട്ട അറിവിൽ താൻ ഉറക്ക നിലവിളിക്കുവാൻ ഇടവന്നു. എന്നാൽ കൂടുള്ളവർ അവനെ ശാസിക്കുവാൻ ഇടവന്നു. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ട്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്ന് അവനെ വിളിപ്പാൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പ് കളഞ്ഞു, ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ, അഭിഷക്കാരനായ ആ മനുഷ്യൻ പുതപ്പ് കളഞ്ഞതുപോലെ നീ യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ, ചിലതൊക്കെ വിട്ടേറ്റ് നീ വരുവാൻ സാധിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ, അടയാളങ്ങളെ നിനക്ക് കാണുവാൻ സാധിക്കും. അവൻ തൻ്റെ പുതപ്പുകൾ ഇട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ അടുക്കൽ വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബി, എനിക്ക് കാഴ്ച പ്രാപിക്കേണ്ടതിന്. കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്നും കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടൻ അവൻ്റെ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണുമ്പോൾ നീ നിൻ്റെ പോക്കിന് പോകേണ്ടതല്ല. നീ കർത്താവിനെ പിന്തുടർന്നാൽ, നീ കർത്താവിനെ ഫോളോ ചെയ്താൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഈ പ്രോഗ്രാം കാണുമ്പോൾ ഇന്ന് വളരെ നിരാശയോടും ഭാരത്തോടും ഇരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. ബർത്തിയമ്മയെ പോലെ ഭാരപ്പെടുന്ന അനേക വ്യക്തിമണ്ഡലങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. അവരെ വിടിവിക്കുന്നവനായ ദൈവം, അവരെ പുലർത്തുന്നവനായ ദൈവം. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. കാഴ്ചയില്ലാതെ തകർന്നിരിക്കുന്ന പ്രിയ സഹോദരി, നിന്നെ വിടിവിക്കുന്നവനായ ദൈവമുണ്ട്.
അവൻ അത്ഭുത മന്ത്രിയാം ദൈവം. വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമായിരിക്കുന്നു. നീ നിലവിളിക്കുന്ന ചില അനുഭവത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് വിടുതൽ നൽകിയിരിക്കുകയാണ്, നിന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുകയാണ്. നീ അഭിമുഖീകരിക്കുന്ന ചില കടവിഷയത്തിൻ്റെ മേൽ അവൻ നിനക്കായി പുതുവഴികൾ തുറന്നിരിക്കുകയാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അവൻ അത്ഭുത മന്ത്രിയാം ദൈവം. മാർക്കോസിൻ്റെ സുവിശേഷം 10:46. അവൻ യെരിഹോവിൽ എത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടു കൂടെ യെരിഹോവിൽ നിന്നും പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയിൽ ഇരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നസറനായ യേശുവേ എന്ന് കേട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ബർത്തിമായിയെപ്പോലെ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിലവിളിക്കുന്ന ചില കുടുംബങ്ങൾക്ക് ഇന്ന് ദാവീദ് പുത്രനായ കർത്താവ്, ആ യേശു കർത്താവ് നിങ്ങൾക്ക് പുതുവാതിലുകളെ തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ബർത്തിമായിയുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത കർത്താവ് ഇന്ന് നിൻ്റെ ജീവിതത്തിലും അത്ഭുതങ്ങളും പുതുവാതിലുകളും തുറന്നിരിക്കുകയാണ്. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കേട്ടവരുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് അത്ഭുതമായി മാറട്ടെ, അനേകരുടെ ജീവിതത്തിൽ വിടുതലായി മാറട്ടെ. അടഞ്ഞ വാതിലുകളെല്ലാം തുറന്നതിനായി നന്ദി പറയുന്നു. കരയുന്ന കുടുംബത്തിന് സമാധാനം പകർന്നതിനായി, വിടിവിച്ചതിനായി നന്ദി. അനുഗ്രഹിക്കുന്ന ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.